അധികാരം എത്രയും വർദ്ധിക്കുന്നുവോ ഒപ്പം ദുർവിനിയോഗവും വർദ്ധിക്കുന്നു. എഡ്മണ്ട് ബർഗ്. അമേരിക്കയിൽ 2 ലക്ഷത്തിലധികം പേരുടെ ജീവൻ കോവിഡ് അപഹരിക്കുമെന്ന് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് 2020 മാർച്ച് 30 വളരെ കൂളായി പ്രസ്താവിക്കുന്ന സമയത്ത് ലോകത്തെ കോവിഡ് മരണങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുത്താം എന്നുള്ള ശ്രമത്തിലായിരുന്നു എലോൺ മസ്ക് എന്ന 49-കാരൻ. അതിന് തൊട്ടടുത്ത ദിവസം എലോൺ മസ്ക് ഇങ്ങനെ ട്വീറ്റ് ചെയ്തു: ഞങ്ങളുടെ കൈവശം ധാരാളം വെന്റിലേറ്ററുകളുണ്ട്. ടെസ്ലയ്ക്ക് ഡെലിവറിയുള്ള ലോകത്ത് എവിടെയുമുള്ള രാജ്യങ്ങളിലേക്ക് അത് എത്തിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഉപകരണവും ഷിപ്പിംഗ് ചാർജുമെല്ലാം പൂർണ്ണമായും സൗജന്യമാണ്. വെന്റിലേറ്ററുകൾ അവിടെ എത്തുന്ന നിമിഷം അത് രോഗികൾക്ക് ഉപയോഗിക്കാനായി നൽകണം എന്നൊരു അപേക്ഷ മാത്രമാണുള്ളത്. എന്നാൽ ഇന്ന് മസ്ക് വല്ലാതെ അങ്ങ് വളർന്നതോടെ തങ്ങളുടെ അധികാരങ്ങൾക്ക് മേൽ കടന്നുകയറ്റം നടത്തുകയാണെന്നും ആ പ്രവണത മുളയിലേ നുള്ളിയില്ലെങ്കിൽ അപകടമാണെന്നും അമേരിക്കൻ ഭരണകൂടം ഒടുവിൽ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. മസ്കിന്റെ കീഴിലുള്ള സ്പേസ് എക്സ് വിപുലീകരിക്കുവാൻ പൊതു ഖജനാവിൽ നിന്ന് പണമെടുത്ത് നൽകിയതൊക്കെ അത്ര ശരിയായില്ലെന്നാണ് ഇന്ന് അവരുടെ തോന്നൽ. ഭൂമിയെ വലം വയ്ക്കുന്ന 3000-ഓളം കൃത്രിമ ഉപഗ്രഹങ്ങളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും മസ്കിനാണെന്നത് അവരെ ഇപ്പോൾ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നു. ഇതിനെല്ലാം പുറമെയാണ് തായ്വാനിലും യുക്രൈനിലും സമാധാനം കൊണ്ടുവരുവാൻ മസ്ക് മുന്നോട്ട് വെച്ച പദ്ധതികൾ. ഈ രാജ്യങ്ങളിലെയും അമേരിക്കയിലെയും രാഷ്ട്രീയ നേതൃത്വത്തിന് മസ്കിന്റെ ഈ ചാടിക്കേറിയുള്ള ഇടപെടലുകൾ തീരെ രസിച്ചിട്ടില്ല. ഒടുവിൽ ഇലോൺ മസ്കിന് കടിഞ്ഞാണിടുവാൻ വാഷിംഗ്ടൺ തന്നെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് പരിശോധിക്കുകയാണ് അമേരിക്കൻ ടൈംസ്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ബഹിരാകാശ സഞ്ചാരികളെ എത്തിക്കുവാൻ പോലും അമേരിക്ക റഷ്യയുടെ സഹായം തേടുന്ന ഒരു കാലഘട്ടത്തിലാണ് തന്റെ കമ്പനിയായ സ്പേസ് എക്സിൽ സർക്കാർ മൂലധനം ഇറക്കിയാൽ അമേരിക്കയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി കൊടുക്കാമെന്ന് മസ്ക് അമേരിക്കയ്ക്ക് ഉറപ്പ് നൽകുന്നത്. അമേരിക്കൻ ബഹിരാകാശ പദ്ധതി പുനർനിർമ്മിക്കാമെന്ന മസ്കിന്റെ വാക്കിന്റെ പുറത്താണ് സ്പേസ് എക്സുമായി $2.6 ബില്യൺ കരാർ ഒബാമ ഭരണകൂടം ഒപ്പുവെക്കുന്നത്. മസ്ക് ആ പ്രതീക്ഷ തെറ്റിച്ചതുമില്ല. മസ്കിന്റെ കമ്പനിയായ സ്പേസ് എക്സ് റോക്കറ്റുകളും സ്പേസ് ക്യാപ്സുകളും ഒക്കെ അമേരിക്കയ്ക്ക് നിർമ്മിച്ച് നൽകുകയും ചെയ്തു. എന്തിനേറെ പറയുന്നു, അമേരിക്കയുടെ ബഹിരാകാശ ദൗത്യത്തെ അത് പുനർനിർമ്മിക്കുക പോലും ചെയ്തു. I am personally guaranteeing that value and standing behind that guarantee with all of my assets. We had maybe about a week's worth of cash in the bank or less. I had to make a choice then that either I took all of the capital that I had left from the sale of PayPal to eBay and invest that in Tesla, or Tesla would die. ആരംഭകാലത്ത് വാഷിംഗ്ടണിൽ പിടിമുറുക്കുന്നതിനായി അമേരിക്കയിലെ ഇരു പാർട്ടികളുമായും സമദൂര സിദ്ധാന്തമാണ് മസ്ക് അനുവർത്തിച്ചു പോന്നിരുന്നത്. സംഭാവനകൾ കൂമ്പാരമായി ഇരു പാർട്ടികളുടെയും ബക്കറ്റിൽ എത്തുകയും ചെയ്തു. എന്നാൽ ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരനാവുകയും അമേരിക്കയ്ക്ക് പുറത്ത് ചൈനയിലും ജർമ്മനിയിലും അടക്കം വിവിധ രാജ്യങ്ങളിൽ മുതൽ മുടക്കുകയും ചെയ്തതിനെ തുടർന്ന് മസ്കിന്റെ സ്വഭാവം പതുക്കെ മാറിത്തുടങ്ങി. മുൻകാലങ്ങളിൽ ഭരണകൂടവുമായി ലോബിയിങ് നടത്തി തന്റെ കമ്പനിയിലേക്ക് പരമാവധി മൂലധനം എത്തിക്കാൻ നിരന്തരം വാഷിംഗ്ടണിലേക്ക് യാത്ര ചെയ്തിരുന്ന മസ്കിന് ഇപ്പോൾ അങ്ങോട്ടൊന്നും പോകാൻ സമയമില്ലെന്നേ വിദേശ രാജ്യങ്ങളുടെ പ്രസിഡന്റുമാരുമായും പ്രധാനമന്ത്രിമാരുമായും നേരിട്ട് സംസാരിക്കുകയും അവരുമായി ഇടപാടുകൾ നടത്തുകയൊക്കെ ചെയ്യുന്ന തിരക്കിലാണ് മസ്ക് ഇപ്പോൾ. ദക്ഷിണ കൊറിയയ്ക്കും തുർക്കിക്കും മറ്റ് രാജ്യങ്ങൾക്കും മസ്ക് ഉന്നത സാങ്കേതിക നിലവാരമുള്ള റോക്കറ്റുകളും എയ്റോസ്പേസ് ടെക്നോളജിയുമൊക്കെ വിറ്റുകൊണ്ടേയിരിക്കുന്നു. ജർമ്മനിയിലും ചൈനയിലും ടെസ്ലയുടെ ഫാക്ടറികൾ ആരംഭിക്കുകയും ചെയ്യുന്നു. വിവിധ രാഷ്ട്രത്തലവന്മാരുമായിട്ടുള്ള മസ്കിന്റെ കൂടിക്കാഴ്ചകളെ അമേരിക്ക ഇപ്പോൾ സംശയത്തോടെയാണ് വീക്ഷിക്കുന്നത്. അമേരിക്കയുടെ കണ്ണിലെ കരടായ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി 18 മാസം മുമ്പും മസ്ക് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. എന്നാൽ റഷ്യക്ക് അനുകൂലമായി മസ്ക് രൂപപ്പെടുത്തിയ യുക്രൈനിയൻ സമാധാന പദ്ധതിക്ക് മുമ്പായി പുടിനുമായി മസ്ക് സംസാരിച്ചുവെന്ന റിപ്പോർട്ടുകൾ
മസ്ക് തന്നെ നിഷേധിച്ചിട്ടുണ്ട്. And Elon said, darkness is merely the absence of light. Once one of the kids said to him, look at the moon, it's 1 billion miles away. And he said, well, no, it's actually under 250,000 miles away. And they said, oh, Elon! He was the youngest, he made about 2 days, and the shortest, and then he was this brilliant boy, and so people didn't really like him. Not that he told me much about it, but he was picked on quite a bit. And so his social life was much less than my other 2 kids. And that's a typical nerd. And he has a photographic memory, so he could remember everything. Anytime I had a question, my daughter Tosca would say, whole genius boy. 20 വർഷങ്ങൾക്ക് മുമ്പാണ് ഇലോൺ മസ്ക് ഒരു പിടി സ്വപ്നങ്ങളുമായി അമേരിക്കയിലെത്തുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് കാനഡ വഴി അമേരിക്കയിലെ സിലിക്കൺ വാലിയിലെത്തിയ മസ്ക് 2002 അമേരിക്കൻ പൗരത്വം പോലും സ്വീകരിക്കുന്നത്. താൻ ആരംഭിച്ച പേപാൽ എന്ന ഇലക്ട്രോണിക് പേയ്മെന്റ് സംവിധാനം വിറ്റുകിട്ടിയ പണം കൊണ്ടാണ് സ്പേസ് എക്സിനും ടെസ്ലയ്ക്കും മസ്ക് തുടക്കമിട്ടത്. അമേരിക്ക ഗ്യാസ്ലിൻ ഉപയോഗം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി വൈദ്യുത വാഹനങ്ങൾക്ക് വൻതോതിൽ സബ്സിഡി നൽകുന്ന ഒരു സമയത്തായിരുന്നു ടെസ്ലയുടെ തുടക്കം. കാലിഫോർണിയ മാത്രം $3.2 ബില്യൺ ടെസ്ലയ്ക്ക് സബ്സിഡിയായി നൽകിയതെന്ന് ഓർക്കണം. സ്പേസ് എക്സിലേക്ക് പൊതു ഖജനാവിലെ പണം എത്തിക്കുവാനുള്ള ലോബിയിങ്ങിനായി മാത്രം മസ്ക് $22 മില്യൺ ചെലവഴിച്ചിട്ടുണ്ടെന്നാണ് ഓപ്പൺ സീക്രട്സ് പോലുള്ള സംഘടനകൾ കണ്ടെത്തിയിരിക്കുന്നത്. Elon is not going to buy Twitter. Where did you hear that before? From me. From a fake account. She says fake. A lot of them. Nah, he's got himself a mess. You know, he said the other day, oh, I've never voted for a Republican. I said, I didn't know that. He told me he voted for me. So he's another bullshit artist, but he's not going to be buying it. He's not going to be buying it. Although he might later. Who the hell knows what's going to happen? He's got a pretty rotten contract. I looked at his contract. മസ്കിന് കടിഞ്ഞാണിടാൻ സമയമായെന്നുള്ള കാര്യത്തിൽ ഡെമോക്രാറ്റുകൾക്കാണ് കൂടുതൽ ആവേശമെങ്കിലും റിപ്പബ്ലിക്കൻസിനും മസ്കിന്റെ പ്രവർത്തനങ്ങളിൽ ഏറെ സംശയമുണ്ട്. മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മസ്കിനെ ഈയിടെ വിശേഷിപ്പിച്ചത് ബുൾഷിറ്റ് ആർട്ടിസ്റ്റ് എന്നാണ്. മസ്ക് ഒരു എടുത്തുചാട്ടക്കാരനാണെന്നാണ് അദ്ദേഹത്തെ അറിയാവുന്നവർ പറയുന്നത്. എന്നാൽ തനിക്ക് ഓട്ടിസത്തിന്റെ ഒരു വിഭാഗമായ ആസ്പെർഗർ സിൻഡ്രോം ഉണ്ടെന്നാണ് മസ്ക് വ്യക്തമാക്കിയിട്ടുള്ളത്. സാധാരണ മട്ടിലുള്ള ഒരാളായി തന്നെ അതുകൊണ്ട് കണക്കിലെടുക്കരുതെന്നും മസ്ക് തന്നെ മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. It's an honor to be hosting Saturday Night Live. I mean that. Sometimes after I say something, I have to say, I mean that. So people really know that I mean it. That's because I don't always have a lot of intonation or variation in how I speak. Which I'm told makes for great comedy. I'm actually making history tonight as the first person with Asperger's to host SNL. മസ്കിനെ തങ്ങൾ കൂടുതലായി ആശ്രയിക്കുന്നത് ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ന് അമേരിക്ക. ആസ്ട്രോനോട്ടുകളെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ബിസിനസ്സിൽ സ്പേസ് എക്സുമായി മത്സരിക്കുവാൻ ബോയിങ് സ്റ്റാർലൈനറിന് നാസ കൂടുതലായി ധനസഹായം നൽകാൻ തുടങ്ങിയിരിക്കുന്നു. സ്പേസ് എക്സിന്റെ സ്റ്റാർലിങ്കിന് ട്രംപ് തത്വത്തിൽ അനുവദിച്ച $900 മില്യൺ സബ്സിഡിയും ഒടുവിൽ അമേരിക്ക മരവിപ്പിച്ചു. ടെസ്ലയ്ക്കെതിരെ മത്സരിക്കുവാൻ ഫോർഡിനെയും മറ്റ് അമേരിക്കൻ വാഹന നിർമ്മാതാക്കളെയും US കോൺഗ്രസ് ദിനം പ്രതി പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. വൈദ്യുത കാറുകൾക്ക് സർക്കാരിന്റെ $7,500 സബ്സിഡി ലഭിക്കണമെങ്കിൽ പുതിയ കാറിന്റെ വില $55,000 കൂടരുതെന്ന നിബന്ധന തന്നെ സർക്കാർ മുന്നോട്ട് വെച്ചത് ടെസ്ലയ്ക്കിട്ടൊരു പണി കൊടുക്കാനായിരുന്നു. ഒട്ടുമിക്ക ടെസ്ല മോഡലുകൾക്കും വില അതിനേക്കാൾ കൂടുതലാണെന്ന് ഓർക്കണം. 2021 ഓഗസ്റ്റിൽ വൈദ്യുത വാഹനങ്ങളെപ്പറ്റി വൈറ്റ് ഹൗസ് ഒരു കോൺഫറൻസ് നടത്തിയപ്പോൾ മസ്കിന് മാത്രം അതിലേക്ക് ക്ഷണവും ഉണ്ടായിരുന്നില്ല. ആഗോളതലത്തിൽ തന്നെ ഒരു അധികാര കേന്ദ്രമായി മാറിയ എലോൺ മസ്കിന് കടിഞ്ഞാൺ ഇടുക എന്നതിനപ്പുറം മസ്കിനെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് തങ്ങൾക്ക് മുന്നോട്ടു പോകാൻ ഇനിയാവില്ലെന്ന് വൈറ്റ് ഹൗസിനും നന്നായി അറിയാം. അമേരിക്കൻ സൈന്യം മസ്കിന്റെ റോക്കറ്റുകളും തങ്ങളുടെ ഡ്രോണുകൾക്കും കപ്പലുകൾക്കും വിമാനങ്ങൾക്കും മസ്കിന്റെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സർവീസുകളാണ് ഉപയോഗപ്പെടുത്തുന്നത്. മസ്ക് ഒരു രഹസ്യ ആയുധമാണെന്ന് പെന്റഗൺ തന്നെ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. മസ്കിന്റെ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് സിസ്റ്റം ഉപയോഗിച്ചാണ്
യുക്രൈൻ സേന യുദ്ധമുഖത്ത് സൈനിക ടാർഗറ്റുകളെ പറ്റിയുള്ള റിയൽ ടൈം വിവരങ്ങൾ പോലും തേടുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് മസ്ക് മതിരിച്ചിട്ട് തുപ്പാനോ കഴിച്ചിട്ട് ഇറക്കാനോ പറ്റാത്ത, ബലം മതിക്കാനാകാത്ത ഒരു അമൂല്യ നിധി തന്നെയാണ്. Any natural resource extraction on Mars would be the output would be for Mars. Like, it definitely wouldn't make sense to transport stuff 200 million miles back to Earth. Honestly, like if you had like crack cocaine on Mars, like in pre-packaged, pallets, it still wouldn't make sense to transport it back here. Maybe good times for the Martians, but not back here. It's like, it'd be kind of weird if the aliens landed in the ocean with parachutes and like, okay, nothing to fear. അമേരിക്കയെക്കാളും ലോകത്തിലെ മറ്റ് ഏതൊരു രാജ്യത്തെക്കാളും മസ്കിന്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമുള്ള 3000-ലധികം കൃത്രിമ ഉപഗ്രഹങ്ങളാണ് ഓരോ നിമിഷവും ഭൂമിയെ ചുറ്റിത്തിരിയുന്നത്. പതിയെ പതിയെ ഭൂമിയിലെ രാഷ്ട്രത്തലവന്മാർ മസ്കിന് ചുറ്റും തിരിയുമോ? കാത്തിരുന്ന് കാണാം. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24. God, really? Difficult though, maybe to imagine. So I mean, that's brutal. It's almost unfortunate. There are people who say the company cannot survive with you. Haha, that's hilarious. That was perfect. This region has so much water. Look around you. Does this seem like a desert to you? Okay, danke schön. That's ridiculous. what do I expect? It rains a lot. Danke.